ഹലോ ഗായ്സ്, ഞാൻ വള്ളസദ്യക്ക് പോകണേ. ആറന്മുള വള്ളസദ്യക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാനും കല്യാണിയുണ്ട്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. കല്യാണി പുറകിരുന്ന് വീഡിയോ പിടിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ആറന്മുള വള്ളംകളി വള്ളസദ്യക്ക് പോവുകയാണ്. ഇന്ന് കടപ്പുറ വള്ളത്തിൻ്റെ വള്ളസദ്യയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി പിടിച്ച് ആറന്മുള അമ്പലത്തിൽ ചെന്നു. അവിടുന്ന് ഞങ്ങൾ തൊഴാനായിട്ടൊന്ന് വലത്ത് വെച്ച് വന്നു. അങ്ങനെ അമ്പലത്തിനെ സ്വീകരിക്കാനായിട്ട് ഓരോ വള്ളക്കാരെ സ്വീകരിക്കാനായിട്ട് അവിടെ വെച്ചിരിക്കും തട്ടത്തിൽ പൂവിട്ട് വെച്ചിരിക്കുകയാണ്. പറയും ഇടുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ കടവിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് വള്ളക്കാരെ സ്വീകരിച്ച് വരുന്നത്. ഓരോരുത്തരും ഓരോ വള്ളത്തിൻ്റെ വള്ളസദ്യ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ നടത്തുന്നവർ കടവിൻ്റെ അവിടോട്ട് ചെല്ലണം. അപ്പം നമ്മളത് സ്വീകരിക്കുന്നത് കാണാനായിട്ട് ആ കടവിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കടവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും വന്നിട്ടൊന്നുമില്ല. എല്ലാവരും വെയിറ്റ് ചെയ്ത് അവിടെയൊക്കെ ഇരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. തണ്ണി നോക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നും 3 വള്ളത്തിനായിരുന്നു വള്ളസദ്യ ഉള്ളത്. ഇങ്ങനെ 3 വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലാണെങ്കിൽ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തുഴഞ്ഞ് കയറി വരാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ തുഴഞ്ഞ് കയറി വന്നു. തുഴഞ്ഞ് കയറി വന്ന എല്ലാവരും ഇങ്ങനെ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ തുഴഞ്ഞ് വന്നു. അപ്പോൾ അടുത്ത് വന്നു. അവർ വള്ളപ്പാട്ടൊക്കെ പാടി ആണ് തുഴഞ്ഞ് കയറി വരുന്നത്. പിന്നെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അവർക്ക് തുഴഞ്ഞ് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം അവർ വെള്ളമൊക്കെ തുഴഞ്ഞ് അത് കഴിഞ്ഞ് വള്ളപ്പാട്ടൊക്കെ പാടി 3 വള്ളക്കാരായിരുന്നു. 3 വള്ളക്കാരെ കൊണ്ടുവരുന്നു. 3 വള്ളക്കാരെ അവർ സ്വീകരിച്ചു. 3 വള്ളത്തിന് 3 പേരായിരുന്നു. അങ്ങനെ എല്ലാവരെയും നല്ല തിരക്കുണ്ടായിരുന്നു. 3 വള്ളക്കാരെയും അകത്തേക്ക് സ്വീകരിക്കുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഭാഗത്ത് നിന്നു അവർ ഭദ്രദീപം തെളിയിക്കാനായി തുടങ്ങി. കൃഷ്ണൻ്റെ മുന്നിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം വെച്ച് ഭദ്രദീപം തെളിയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ വഴിപാടായിട്ട് നടത്തുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ ഭദ്രദീപം തെളിയിക്കുന്നത്. പിന്നെ അമ്പലത്തിൽ വേണ്ടപ്പെട്ട പ്രധാന ആൾക്കാർ. അങ്ങനെ എല്ലാവരും കൂടെ ഭദ്രദീപം തെളിയിക്കുന്ന ഇവിടെ 56 കൂട്ടം കറികളാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ ആചാരമാണ്. അതിൽ പാടി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഏത് കൂട്ടാനാണ് പാടി ചോദിക്കുന്നത് ആ കൂട്ടം അവിടെ വിളമ്പിയിരിക്കണമെന്നാണ് അവിടുത്തെ ആചാരം. അതിനുവേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ എടുത്ത് കൊടുക്കും. അത് കൊടുക്കാനായിട്ട് ഇവിടെ എല്ലാം റെഡിയാക്കി കൃഷ്ണനെ തെളിയിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. എന്നുമുണ്ട് വള്ളസദ്യ. ഓണത്തിനാണ് വള്ളസദ്യ കാണുന്നത്. പിന്നെ ബുക്കിംഗ് തീരാത്തത് കൊണ്ട് ഓണം കഴിഞ്ഞ് നമുക്ക് വള്ളസദ്യയുണ്ട്. തീരുമാനം വരെയുണ്ട്. ഓണം കഴിഞ്ഞ് 1 മാസം 2 മാസം കൂടെ കാണും. അങ്ങനെ ഇന്ന് ദൈവമൊക്കെ തെളിയിച്ച് പാട്ട് പാടി അവരെ ആനന്ദിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ വിളക്ക് ഭദ്രദീപം കത്തിക്കുമ്പോഴും ആചാരപ്രകാരമായ ഓരോ കാര്യങ്ങളും പാടി ആണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എല്ലാവരും പാടിക്കൊടുക്കുന്നതാണ് നമ്മളിത് കാണുന്നത്. പാടുന്നത് അനുസരിച്ച് അവിടെ ഭദ്രദീപം വെച്ചിട്ട് ഓരോന്നും ചെയ്യേണ്ടതാണ്. എല്ലാ കറികളും ഉണ്ട്. 56 കൂട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൂട്ടാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സദ്യക്കുള്ള പോലെ കൂട്ടാനുമുണ്ട്. അതിലുപരി കുറേ വേറെ സാധനങ്ങളും കൂടെ ഉണ്ട്. വള്ളപ്പാട്ടൊക്കെ പാടി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് എന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ആചാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളപ്പാട്ട് പാടി പാളയത്തൈരുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. തൈര് ഇരിപ്പുണ്ട്. അവിടെ പാട്ട് പാടി ചോദിച്ചാൽ പാളയ്ക്കകത്ത് തൈര് ഒഴിച്ച് കൊണ്ടു കൊടുക്കുന്നു. വിശറി ഇരിപ്പുണ്ട്. വീശാൻ അത് പാട്ടുണ്ട്. ആ പാട്ടറിയാമെന്നൊക്കെ പറ്റത്തുള്ളൂ. പാടി പറയുമ്പോൾ അത് ചെന്ന് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് വിശറിയും എല്ലാം അവിടെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ പലകൂട്ടം കൂട്ടാനും കാര്യങ്ങളും പലഹാരങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉണ്ണിയപ്പം, പരിപ്പുവട, ഉപ്പേരി, കരിമ്പ്, രുചിയൻ, വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ കാര്യങ്ങളും സാധനങ്ങളും ഉണ്ട്. അത് പാടി ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ സദ്യയൊക്കെ തുടങ്ങി ഞങ്ങളവിടെയൊക്കെ ഇരിക്കാൻ തുടങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്ക്. ഇടി കൊണ്ടിട്ടാണെങ്കിലും ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു. അങ്ങനെ അവിടെ പാട്ട് പാടി കൂട്ടാനും കറികളൊക്കെ ചോദിക്കുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്.
അപ്പോൾ ഇപ്പം തന്നെ എല്ലാം വിളമ്പി കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വള്ളപ്പാട്ട് പാടും. ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ ഞങ്ങളിവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ വള്ളപ്പാട്ടൊക്കെ പാടി വള്ളപ്പാട്ട് പാടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വിളമ്പാനും ഒക്കെ സെപ്പറേറ്റ് ആളുണ്ട്. നമുക്കെല്ലാം കൂടെ നല്ല സൗകര്യങ്ങളാണ്. വശത്തേളിലാണ് വള്ളസദ്യ കഴിക്കാൻ. അതുപോലെ ദൂരേന്ന് വരെ ആൾക്കാർ വരുന്നതുണ്ട്. നല്ല തിരക്കാണ്. ഓണം കഴിഞ്ഞാലും നല്ല തിരക്കാണ്. വള്ളസദ്യ കഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹം കാണുമായിരിക്കുമല്ലോ. വള്ളസദ്യ കഴിച്ചിട്ടില്ലാത്തവരുണ്ടാകും, വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും അല്ലേ. അങ്ങനെ വള്ളസദ്യയൊക്കെ വിളമ്പി തിരക്കൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാ ഫുഡിൻ്റെയും ഒന്നും വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ എല്ലാ ഫോട്ടോ സൈസ് എടുത്തിട്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ, കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ടാറ്റാ.